വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം. വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ്ണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ മതക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്ത്? വേമ്പനാട് കായലിൻ്റെ തീരത്ത്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എൻ കുമാരൻ. 1925 പ്രമേയം 21-നെതിരെ 21 വോട്ടിന് പരാജയപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവൻ. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനഡ 1923. പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രയം വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന ഇന്ത്യൻ തുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ ഹിന്ദുക്കൾ ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥ സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് 1924 നവംബർ 1. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഗാന്ധിജി. നാഗർകോവിലിൽ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ എം ഇ നായിഡു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. അങ്കമാലി ടു തിരുവനന്തപുരം. സവർണജാതിയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മിബായിക്ക്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1925 നവംബർ 23. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമതഭേദമന്യേ തുറന്നുകൊടുത്തത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമതഭേദമന്യേ തുറന്നുകൊടുത്തത് 1925 നവംബർ 23. ആ 2 ഡേറ്റും ഒന്ന് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ, അവസാനിക്കുമ്പോൾ ദിവാൻ എം ഇ വാട്സ്. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതപഥമേന്യമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതുലക്ഷ്മി ബായിക്ക്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത്. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത്.
പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം, മിശ്രഭോജനം, ഇസ്ലാം ധർമ്മപരിശോധന എല്ലുണ്ട്, പരിപാലന യോഗസംഘം, പന്മരാശ്യം. ആൻസർ സി ആണ്. സി. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മര ആശ്രമം ചട്ടമ്പി സ്വാമികൾ. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വം നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCCയുടെ സമ്മേളനം 1931 വടകര സമ്മേളനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. K. കേളപ്പൻ. നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിച്ചത് 1932 ഒക്ടോബർ 2. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കൾ P. കൃഷ്ണപിള്ള, AK ഗോപാലൻ. ഏതു ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് പൊന്നാനി. ഈ ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. 2021 90-ാം വാർഷികം നവതി ആഘോഷിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി പൂരിപ്പിച്ച് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം സഹോദരൻ അയ്യപ്പൻ. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു. ചാന്നാർ ലഹള അയ്യങ്കാളി. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവൻ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വർഷം 1919. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1932 തിരുവിതാംകൂർ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ VS സുബ്രഹ്മണ്യ അയ്യർ 1934 റിപ്പോർട്ട് സമർപ്പിച്ചു. ചെങ്ങന്നൂരിൽ 1935 നവംബർ 3 നടന്ന ഹരിജൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി G. രാമചന്ദ്രൻ. 1936 മാർച്ച് 22 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടന കേരള ഹരിജൻ സേവക് സംഘ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘത്തിൻ്റെ പ്രസിഡന്റ് GD ബിർള, സെക്രട്ടറി AV താക്കർ. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ശ്രീമതി രാമേശ്വരി നെഹ്റു. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്
കെ കേളപ്പൻ. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 5500 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ച വർഷം 1936 നവംബർ 3. ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 24. ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി കെ രാമേശ്വരൻ പിള്ള. തിരുവനന്തപുരത്ത് മഹാരാജ ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംഘടന ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റി. 1939 ജനുവരി 26 ബീക്കാനീറിലെ രാജാവ് തറക്കല്ലിട്ട പ്രതിമയുടെ അനാച്ഛാദനം 1940 ജൂലൈ 20 ധോൽപൂരിലെ മഹാരാജാവ് നിർവഹിച്ചു. പ്രതിമയോടൊപ്പം ക്ഷേത്രപ്രവേശന വിളംബരം സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്ത് സ്ഥാപിച്ചു. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ആഗസ്റ്റ് 30. മദ്രാസ് നിയമ നിർമ്മാണ സഭയിൽ 1938 ഡിസംബർ 1 മലബാർ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചത് C. രാജഗോപാലാചാരി. മലബാർ ക്ഷേത്രപ്രവേശന ബില്ലിന് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 1939 ജനുവരി 18. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ വൈസ്രോയി അംഗീകരിച്ചത് 1947 മെയ് 11. മലബാർ ക്ഷേത്രപ്രവേശന സ്വാഗത കമ്മിറ്റിയുടെ പ്രസിഡന്റ് കിടുവത്ത് കൃഷ്ണൻ നായർ 1947 മെയ് 31. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. ജൂൺ 2 മലബാർ, കൊച്ചിയിലെ ഡിസംബർ 20. 1947 ഡിസംബർ 20. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 തൻ്റെ 25ാം ജന്മദിനത്തിൽ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. വിശേഷണങ്ങൾ: ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി തൻ്റെ അവസാന കേരള ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ശ്രീ രാജഗോപാലാചാരി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത പാട്ടുമായിട്ട് വരേക്കും. ബൈ.